കൊണ്ട് അതിനെ പരിഹസിക്കാണ്. കാരണം ഈ സുല്ലമിയിൽ നിന്ന് പഠിച്ചത് ഈ സുല്ലമി പറയുന്നുണ്ട് അത് എല്ലാ കുട്ടികളും ശുദ്ധപ്രകൃതിയോടെയാണ് ജനിക്കുന്നത് എന്ന ഹദീസിന് അത് എതിരാണ്. ഇയാളുടെ മൈക്കകളൊക്കെ ഷഫീഖ് അസ്ലം എന്ന് പറയുന്ന മറ്റൊരു മൈക്കുണ്ട്, അയാൾ അവിടെ വെച്ച് വണ്ടൂരിനടുത്ത ഉദരംപോയിൽ വെച്ചും പ്രസംഗിച്ച അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇയാളുടെ വൃത്തികേടുകൾ ഇങ്ങനെ ഇയാൾ റസൂലുള്ളാഹിന്റെ ഹദീസിനെ പരിഹസിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംസർഗവേളയിൽ എന്തു പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ എന്ന പുസ്തകത്തിൽ CP ഉമർ സലമി തന്നെ പറയുന്നു, അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വ ജന്നിബി ശൈത്താന മാ റസഖ്തനാ എന്ന് നിങ്ങളിൽ ആരെങ്കിലും തന്റെ ഭാര്യയെ സമീപിക്കുമ്പോൾ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ പിശാച് ഞങ്ങളിൽ നിന്ന് അകറ്റണമേ, നീ ഞങ്ങൾക്ക് നൽകുന്നെന്നും പിശാച് അകറ്റണമേ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ വല്ല സന്താനവും വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പിശാച് ഉപദ്രവിക്കുകയില്ല. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലോ ആ കുട്ടിയെ പിശാച് ഉപദ്രവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വ്യക്തമായി തന്നെ ഹദീസിൽ കാണാൻ സാധിക്കും. ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ, ഇപ്പോ ദുസ്വപ്നത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ദുസ്വപ്നം പിശാചിൽ നിന്നാണ്, നല്ല സ്വപ്നം അല്ലാഹുവിൽ നിന്നാണ്. സുല്ലമി തന്നെ ബുഖാരി പരിഭാഷയുടെ 3-ാം വാല്യം 915-ാം പേജിൽ എഴുതുന്നത് കണ്ടോ, വല്ലവനും താൻ വെറുക്കുന്ന രൂപത്തിലുള്ള സ്വപ്നം കണ്ടാൽ തീർച്ചയായും അത് പിശാചിൽ നിന്നുള്ളതാണ്. അതിന്റെ നാശത്തിന് അവൻ അല്ലാഹുവിനോട് അഭയം തേടുകയും അത് പറയാതിരിക്കുകയും ചെയ്യട്ടെ, അതവന് യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ല. അപ്പോഴോ ദുസ്വപ്നം അല്ലാഹു പിശാചിൽ നിന്നും, നല്ല സ്വപ്നം അല്ലാഹുവിൽ നിന്നുമാണ്. സ്വപ്നം എന്ന് പറയുന്നത് മനസ്സിലെ ദുർബോധനാണോ? എന്തെല്ലാം കാഴ്ചകളാ പിശാച് കാണിച്ചു തരാ. സ്വപ്നം കണ്ടിട്ട് ചില ആൾ ഇങ്ങനെ കരയും, ചില ആൾ ഉണർന്നിട്ട് ഇങ്ങനെ വിറക്കും, നേരം വെളുത്താപ്പോലും അതിന്റെ പേടി പോയിട്ടുണ്ടാവില്ല. അപ്പൊ അത് മനസ്സിലെ ദുർബോധനത്തിന് അപ്പുറം പിശാച് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, അങ്ങനെ ദുസ്വപ്നം കണ്ടാൽ എന്തു ചെയ്യണമെന്ന് CPയുടെ പുസ്തകത്തിന്റെ 24-ാമത്തെ പേജിൽ അദ്ദേഹം തന്നെ പറയുന്നു. ദുസ്വപ്ന ദർശനമുണ്ടായാൽ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം പാറ്റി തുപ്പണം. ഇങ്ങനെ സ്പ്രേ അടിച്ചതുപോലെ എന്നിങ്ങനെ 3 പ്രാവശ്യം തുപ്പണം. പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടണം. കടന്ന ഭാഗത്തും ഒന്ന് തിരിഞ്ഞു കിടക്കുകയും വേണം, എന്നാൽ അത് ഉപദ്രവം ചെയ്യുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ദുർബോധനം ദുർബോധനത്തിന് ഇയാൾ ഇന്നലെ സുല്ലമിയുടെ ആയത്തോതി എന്താ? അയറാഫ് 270 മാത്രം നമുക്ക് മതി. പിശാചിൽ നിന്നുള്ള എന്ത് ഉപദ്രവം ഉണ്ടായാലും അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടായാൽ അത് നീങ്ങുന്നതാണ്. അള്ളാഹിനെ കുറിച്ച് ഓർമ്മയെ പാറ്റിത്തുപ്പല് തന്നെ, കിടന്നിട്ട് മാറിക്കിടക്കൽ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയെ. പിശാചിന് പ്രത്യേകം കാവൽ ചോദിക്കണം. ചോദിച്ചില്ലെങ്കിൽ ഉണർന്നാലും അതിന്റെ ഉപദ്രവം ഉണ്ടാവും. ദുസ്വപ്നത്തിന്റെ ഉപദ്രവം, അതിന്റെ ഫോളോ അപ്പ് ശൈത്താൻ ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്യാതിരിക്കണമെങ്കിൽ കിടന്ന സ്ഥലത്ത് മാറിക്കിടക്കണം, ഒന്ന് ഭാഗം മാറിക്കിടക്കണം. എന്ന് മാത്രമല്ല അള്ളാഹിനോട് കാവലിനെ തേടും വേണം. വേറൊരു ഇതിലുണ്ട്, എണീറ്റ് 2 റക്അത്ത് നിസ്കരിക്കും കൂടി ചെയ്താൽ അതിന്റെ പ്രശ്നം, ആ ദുസ്വപ്നം അവനെ ഉപദ്രവിക്കൂല. അപ്പൊ ദുർബോധനമല്ല എന്നർത്ഥം. ഈ അടുത്ത ശബാബിൽ 2007 ഫെബ്രുവരി 9-നുള്ള ശബാബിൽ എന്താ വന്നത്? നമസ്കരിക്കാൻ നിൽക്കുമ്പോ പിശാച് നമ്മുടെ ആസനത്തിൽ ഊതും. എന്തിന്? കീഴ്വായു പോയോ ഇല്ലേ എന്ന് സംശയം ജനിപ്പിച്ചിട്ട് നമസ്കാരത്തെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ. ആസനത്തിൽ ഊതല് ദുർബോധനമാണോ? മടവൂരി ദുർബോധനാണത് ആസനത്തിൽ ഊതല്. എന്നിട്ട് ഇവരെ സമ്മേളനത്തിൽ നാടകം ഉണ്ടായിരുന്നു, ചിത്രീകരണം, ജിന്നും ശൈത്താനും ചിത്രീകരണം. അപ്പൊ നമ്മള് അനസ് മൗലി പറഞ്ഞു രണ്ടത്താണിന്ന്, ഇതൊന്ന് ചിത്രീകരിച്ച് കാണിച്ചു കൊടുക്കിങ്ങള്. ആസനത്തിൽ ഊതല്, മടവൂര് നിൽക്കുക, CP നിൽക്കുക, എന്നിട്ട് കരിമ്പിലാക്കൽ ഊതുക, ആസനത്തിൽ ഊതൽ, പിശാചി ചിത്രീകരണം. അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ, ഹുസൈൻ മടവും CP. ഒന്ന് അവതരിപ്പിക്കുങ്ങള്, അതൊന്ന് അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കണല്ലോ. നിങ്ങൾ ഹദീസിനെ പരിഹസിക്കുകയാണെങ്കിൽ, ഹദീസിനെ പരിഹസിക്കാനാണ് നിങ്ങൾ നാടകം കളിക്കുന്നതെങ്കിൽ, നിങ്ങളെ ഓരോ പ്രസിദ്ധീകരണത്തിൽ വരുന്ന ഹദീസുകളെയും ഞങ്ങൾ നിങ്ങളെ കൊണ്ട് പരിഹസിപ്പിക്കും. ഇവിടെ പിശാച് മുട്ടയിട്ട് വിരിയിക്കുന്നതിട്ട് എന്തെല്ലാം കളിയാക്കിയത് അല്ലേ? കേന്നമ്മേരെ വിട്ട് ഓംപ്ലേറ്റ് കിട്ടിയ ഇത് ജിന്നുമുട്ടയാണോ എന്ന് ചോദിക്കണം. ഉളുപ്പില്ലാത്ത ഓമ്പടെന്ന് പറഞ്ഞതാ. യഥാർത്ഥത്തിൽ അന്ന് പിറ്റേന്ന് തന്നെ അബ്ദുസലാം സുല്ലമിയുടെ റിയാദുസ് സാലിഹീൻ വാല്യം 3 ഞങ്ങൾ ഇവിടെ ഫോട്ടോ കോപ്പി എടുത്ത് വിതരണം ചെയ്തു. അത് ഞാനിവിടെ നിന്ന് വായിക്കുകയാണ്, കേട്ടോളൂ. അങ്ങാടിയിൽ ആദ്യം പ്രവേശിക്കുന്നവനും അവസാനമായി പുറത്തു വരുന്നവനും നീയാകരുത്. കാരണം പിശാച് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് അവിടെയാണ്.
ഓ പിശാച് മുട്ട കേട്ടിട്ട് ഇങ്ങനെ മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ചിരിക്കുകയായിരുന്നു. വലിയ ഒരു ആയുധം കിട്ടിയ പോലെ. ആരെ ഞങ്ങൾ പരിഹസിച്ചത്? അള്ളാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ പരിഹസിച്ചത്. റസൂലിന്റെ ഹദീസിന് നിങ്ങളെ സുല്ലമി കൊടുത്ത അർത്ഥാണത്. യഥാർത്ഥത്തിൽ സംഗതി എന്താ? പിശാച് അടയിരിക്കുന്ന സ്ഥലമാണ് അവിടെ. പിശാച് അവിടെ തന്നെ ഉണ്ടാകുക കൂടുതലായിട്ട്. അതുകൊണ്ട് മാർക്കറ്റിൽ അങ്ങാടിയിൽ പോയ ആവശ്യത്തിന് പോകുക, വേഗം പോരുക എന്ന് റസൂല് പറഞ്ഞതിനെ പിന്നെ ഏന്നമ്മേരെ പിശാച് ഇപ്പൊ മുട്ടയിടുന്ന പിശാചാണ്, ആംബ്ലേറ്റ് എന്നിട്ട് കളിയാക്കിയിരുന്നു. പിറ്റേന്ന് ഫോട്ടോ കോപ്പിന് വിതരണം ചെയ്തപ്പോ ഓരോന്നിന്റെ മുഖം കാണണ്ടീന്നു. എന്നിട്ട് അവസാനം കൂടി തീരുമാനിച്ചിട്ട് വന്നിട്ട് മഅരിബിന് പറയാ അത് ആലങ്കാരികാണ്. നാളെ അന്നൽ പറഞ്ഞാ പോരെ? റസൂലുള്ളാന്റെ ഹദീസ് ആലങ്കാരികമായി പറഞ്ഞതാണെന്ന് ആരെ ഞങ്ങൾ പരിഹസിച്ചത്? ശംസുദ്ദീൻ പാലത്തൊരു പ്രസംഗത്തിൽ ഈ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചതിനെ പിശാച് മുട്ട എന്ന് പറഞ്ഞ് പരിഹസിച്ചവൻ പിറ്റേന്ന് പറയാണ് ആലങ്കാരികാണ്. ആലങ്കാരിക എന്ന് സുല്ലമി പറഞ്ഞോ? അതിന്റെ അടിയില് ആലങ്കാരികാണെങ്കിൽ വിശദീകരണം ഉണ്ടാവൂലേ? യഥാർത്ഥ അർത്ഥമല്ല, വ്യംഗ്യാർത്ഥമാണ്. എങ്കിൽ ആ വ്യംഗ്യാർത്ഥം ഒന്ന് വിശദീകരിക്കണ്ടേ? ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും പരിഹസിക്കാൻ നിൽക്കരുത്. പരിഹാസം അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, പിശാച് വിവിധ രൂപങ്ങളിൽ വരുമെന്ന് ഖുർആനിലും ഹദീസിലും വന്നതിനെ അവർ വല്ലാതെ പരിഹസിക്കാണ്. ചില സുല്ലമികൾ കാണുമ്പോ അല്ല നിങ്ങളെന്നെ ചോദിക്കാണ്, നിങ്ങളെന്നെ വേറെ ആളാണോ? ഇന്ന് കോലം മാറി വന്ന ആളാണോ? കണ്ടോ പരിഹാസം. ആരെയാ പരിഹസിക്കുന്നത്? നിങ്ങൾ ഏതൊക്കെ പുസ്തകങ്ങളിൽ ഇത് പറഞ്ഞിരിക്കുന്നു? ആദ്യം സുല്ലമി പറയണമെന്ന് കാണിച്ചു കൊടുക്കും. അവൻ ജിന്നിന് മനുഷ്യരൂപത്തിലൊക്കെ വരാൻ പറ്റിയ ഹദീസ്. രണ്ടാമത് നബിന്റെ ചില ഹദീസുകളാണ്. ഒന്നൊരിക്കൽ നബി നിസ്കരിക്കുമ്പം ഇഫ്രീത്ത് എന്താണ് ചാടിഹിന. പിന്നെ അബൂഹുറൈറയുടെ ഒരു സംഭവം ഫിത്ർ സക്കാത്ത് പാരാൻ വേണ്ടി വന്നില്ല, ഇങ്ങനെ നബിന്റെ കാലത്തുള്ളത്. അതൊക്കെ കൂട്ടരെ ഫത്തുൽ ബാരി പല നബിക്കളൊരു മൂജത്ത മുഹമ്മദ് അതിനേക്കാൾ നിങ്ങൾക്ക് അറിയോ? ഖുർആനും സുന്നത്തിലും അധികം മലക്ക് മനുഷ്യരൂപത്തിൽ വരുന്ന കൂടുതൽ രേഖയുള്ളത്. ഖുർആനിലും ഹദീസിലും മലക്ക് മനുഷ്യരൂപം. ഇസ്ലാംകാരി ഇമാംകാരി പഠിപ്പിച്ചു കൊടുക്കാം. മനുഷ്യരൂപത്തിൽ വന്ന ദിഹിയത്തുൽ കിൽബിനതിൽ ഇബ്രാഹിം നബിന്റെ മനുഷ്യരൂപത്തിൽ വന്നില്ലേ, എത്ര സംഭവങ്ങൾ. അപ്പൊ അതൊക്കെ പിടിച്ചിട്ട് ഇന്ന് ഒരുത്തം പറയാം, എടാ മലക്ക് മനുഷ്യരൂപത്തിൽ നിന്നും വരും അറിയണേ. അങ്ങനെ ലൈലത്തുൽ ഖദറിന്റെ കാലത്ത് പട്ടിനെ പിടിച്ച കഥ ഉണ്ടല്ലോ, മലക്ക് അങ്ങനെയും വരും എന്ന് പറഞ്ഞു കണ്ട് അല്ലേ? അപ്പൊ ഇന്ന് കൂട്ടരെ മലക്ക് മനുഷ്യരൂപത്തിൽ വരുമോ? നമ്മൾ കാണുമോ? മലക്ക് മനുഷ്യരൂപത്തിൽ വരുമോ? നമ്മൾ കാണുമോ? കാണൂലെന്നാരേ പറഞ്ഞു, വരുമല്ലാന്നാരേ പറഞ്ഞു? തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ